വൃന്ദാവനത്തിൽ തളർന്നു കിടക്കുന്ന ഭക്തിദേവിക്കും ഭക്തിയുടെ മക്കളായിട്ടുള്ള ജ്ഞാനവൈരാഗ്യങ്ങൾക്കും ശ്രീനാരദ മഹർഷിയാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ അമൃതേത്ത് ഏൽപ്പിച്ചു കൊടുത്തത് അഥവാ കൊണ്ടുകൊടുത്തത്. ഭക്തിദേവിയുടെയും ജ്ഞാനവൈരാഗ്യങ്ങളുടെയും സങ്കടം തീർക്കാൻ തനിക്ക് സാധിക്കുന്നില്ല എന്നോർത്ത് ഭക്തിസൂത്രത്തിൻ്റെ കർത്താവായ നാരദന് തന്നെ നാണം വന്നു. എന്നാലോചിച്ചു നോക്കൂ. ആ നാരദൻ ബദരീവനത്തിൽ ചെന്നപ്പോഴാണ്, ബദരീനാഥനെ ചെന്ന് കണ്ടപ്പോഴാണ് അതിനൊരു പരിഹാരം കൊടുത്തത്. പണ്ടേ ബദരി പ്രസിദ്ധമാണ്. വ്യാസൻ, നമുക്കിനി കേൾക്കാം നാളെ. വ്യാസൻ വ്യസനിച്ചിരുന്നപ്പോൾ ശ്രീനാരദൻ ഭാഗവതമായിട്ട് ചെന്നു. അതേ നാരദൻ മറ്റൊരു വേളയിൽ തളർന്നുപോയ രംഗം ഓർമ്മിപ്പിക്കുന്നു. ഇതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഇതെന്താ എങ്ങനെയെന്നൊക്കെ തോന്നിപ്പോവും. ഇവരുടെയൊക്കെ ആ പ്രയത്നത്തിൻ്റെ ഫലമാണ് ശ്രീമദ് ഭാഗവതമാകുന്ന ഫലം നമ്മെപ്പോലെയുള്ള ഈ ആളുകൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് ഓർക്കുക. സനകാദികളാണ് നാരദന്റെ വിഷമം കണ്ട് ശ്രീമദ് ഭാഗവതമാണ് അവർക്ക് കൊടുക്കേണ്ടത്, മറ്റെന്ത് അങ്ങ് കൊടുത്താലും പ്രയോജനമില്ല എന്ന് നിർദ്ദേശിച്ചത്. അത് നിർദ്ദേശിച്ച ആളുടെ കയ്യിൽ തന്നെ അതിന് ചുമതല ഏൽപ്പിച്ചു. നാരദന് സമർത്ഥനാണ്. ഭാഗവതമാണ് വേണ്ടത്, എന്നഞ്ഞിപ്പോൾ ആരെയാ ഭാഗവതത്തിനെ ഏൽപ്പിക്കുക? ആർക്കാ ഡേറ്റ് ഉള്ളത് എന്നുള്ളത് ആലോചിക്കുക. അതൊന്നും നാരദന് പ്രശ്നമില്ല. തന്ന ആളോട് തന്നെ പറഞ്ഞു നടത്തി തരണം എന്ന്. അങ്ങനെ സനകാദികൾക്ക് ഭാഗവതം പാടാനുള്ള ഒരവസരം ഒരുങ്ങി. അതിന് ഹരിദ്വാറിന് സമീപമുള്ള ആനന്ദതടം എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ആ ആനന്ദതടത്തിലേക്ക് സനകാദികൾ ശ്രീമദ് ഭാഗവതം നടത്താൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ, നാരദനെ മുഖ്യ ശ്രോതാവായിട്ട് നിർത്തിയും കൊണ്ട് ഭാഗവതം നടത്താൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ ഒരുപാട് പേര് അവിടേക്ക് ഒഴുകി വന്നു എന്നാണ്. വനമാലയത്തിലേക്ക് ഒഴുകി വന്നതുപോലെ, ഇത്തിരി ഒഴുക്കൊക്കെ കുറഞ്ഞു കിട്ടും, ഒഴുകി വന്നതുപോലെ ധാരാളം പേര് അവിടെ എത്തി. അവിടെ വന്നവരുടെ അവസ്ഥ ഒന്ന് ചിന്തിക്കുമ്പോൾ രസകരമായിട്ട് തോന്നും. പർവ്വതങ്ങളൊക്കെ രൂപെടുത്ത് വന്നു, പുണ്യമായ വൃക്ഷങ്ങള്, അതുപോലെ ശാസ്ത്രങ്ങള് ഒക്കെ സ്വരൂപത്തോടുകൂടി വന്ന് അവിടെ ഈ ഭാഗവത രസം നുകരുവാൻ തയ്യാറായിട്ടിരുന്നു എന്നാണ്. ഒരു അലൗകികമായ രംഗമാണ് എന്നാണ് പറയേണ്ടത്. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാഥേതി നാമാനി മുഹുർവതന്തി. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ എന്നുള്ള ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ചും കൊണ്ട് ആ സദസ്സിലേക്ക് ഒരമ്മയും 2 മക്കളും കയറി വന്നു എന്നാണ്. ആ അമ്മയും 2 മക്കളും മറ്റാരുമല്ല, വൃന്ദാവനത്തിൽ തളർന്നു കിടന്ന മക്കളാണ്. അപ്പോ വിളർച്ചയുള്ളവർക്ക് മാറാൻ നല്ലത് ഭാഗവതാണ്. ജ്ഞാനത്തിനും വൈരാഗ്യത്തിനും തളർച്ച വന്നു എന്നാണ്. അപ്പൊ ഭാഗവതം നമ്മുടെ മുമ്പിലേക്ക് ഉദ്ദേശിക്കുന്ന ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യസാധ്യത്തിനുള്ള ഭക്തിയല്ല, ജ്ഞാനത്തോടും വൈരാഗ്യത്തോടും കൂടിയുള്ള ഭക്തി, അത് ശക്തിപ്പെടണം എന്നാണ്. അപ്പൊ മറ്റ് ശാസ്ത്രങ്ങൾക്കൊന്നും നാരദൻ ശ്രമിച്ചിട്ടും ഫലം വരാത്തതായിട്ടുള്ള ഒന്നിന് എവിടുന്ന് ഫലം കിട്ടി എന്ന് ചോദിച്ചാൽ അത് സർവകർമ്മ ഫലദാതാവായ ഭഗവാന്റെ നിശ്ചയം എന്ന് മാത്രമേ അതിന് ഉത്തരമുള്ളൂ. ശ്രീനാരദ മഹർഷി അത്ഭുതപ്പെട്ടു. താൻ എത്ര ശ്രമിച്ചതാ ഒന്നുണർത്താൻ. നാരദന്റെ ശ്രമത്തിന് ഫലം ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റില്ല. നല്ലോണം ഗീതാശാസ്ത്രം മുഹുർമുഹു വീണ്ടും 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 ഗീത പഠിക്കുന്ന വീട്ടിലെല്ലാം ശ്രീദേവി വന്നു വിളങ്ങിക്കാണാം. ഗീതപാഠം ചൊല്ലി കേട്ടുവന്നാൽ ബോധം പോവും, ബോധമുണ്ടായിടും വൃക്ഷങ്ങൾക്കും എന്നൊക്കെയാണ് അതിൻ്റെ ഫലശ്രുതി എന്നാണ്. അപ്പൊ ഈ ഭക്തിദേവിയുടെ മുമ്പിൽ വെച്ച് ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന ആ വൃദ്ധര് കോട്ടുവായിട്ടു. അതുകൊണ്ടാണോ സപ്താഹത്തിൽ ഇങ്ങനെ നമുക്ക് നാളെ മുതൽ കാണാം ഇങ്ങനെ പല രീതിയിലുള്ള കോട്ടുവായകൾ കോട്ടുവായിട്ട് അവിടെ കിടന്നു എന്നാണ്. ഇതൊക്കെ നാരദൻ അനുഭവിച്ച രംഗങ്ങളാണ്. ആ ജ്ഞാനവൈരാഗ്യങ്ങളാണ് കുട്ടികളുടെ ചുറുചുറുപ്പോടുകൂടി അമ്മയുടെ കയ്യും പിടിച്ച് ഈ
ആനന്ദതടത്തിലേക്ക് ആനന്ദസാഗരത്തോടുകൂടി വരുന്നത് പോലെ ഇതാ വന്നു ചേർന്നത്. എന്നിട്ടാണ് അവിടെ ഇരിക്കുന്നവരുടെ ഉള്ളിലേക്ക് കയറിയിരിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് ഭക്തിദേവിയെയും ജ്ഞാനവൈരാഗ്യത്തെയും ഓരോ സുഹൃതികളായ ജീവന്റെ ഉള്ളിലേക്കും അഥവാ സുഹൃതികളുടെ ഉള്ളിലേക്ക് കുടിയിരുത്തി എന്താണ്. അപ്പൊ എന്തുണ്ടായി? വനമാലി ഘനശ്യാമ പീതവാസ മനോഹര കാഞ്ചീ കലാപരുചിരോലസൻ മുകുടകുണ്ടല ത്രിഭംഗ. ത്രിഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഒന്ന് വളഞ്ഞ് ആ വേണു ചേർത്ത് വെച്ച് വിളിക്കുന്ന രീതിയിലുള്ള ഭഗവാന്റെ ദിവ്യമായ സ്വരൂപം. നിജലോകം പരിത്യജ്യ ഭഗവാൻ ഭക്തവത്സല. ഭക്തവത്സരനായ ഭഗവാൻ നിജലോകം, തൻ്റെ ലോകത്തെ ഉപേക്ഷിച്ച് ആ ഗംഗാതീരത്തേക്ക് വന്നു എന്നാണ്. ആ ആനന്ദതടത്തിലേക്ക് വന്നു എന്നാണ്. അവരുടെ ഉള്ളിലേക്ക് കടന്നിരുന്നപ്പോഴേക്കുന്നുണ്ടായി എല്ലാവരും പരമാനന്ദ ചിന്മൂർത്തിർ മധുരോ മുരളീധര ആവിവേശ സ്വഭക്താനാം ഹൃദയാന്യമലാനി ച വൈകുണ്ഠവാസിനോ യേ ച വൈഷ്ണവാ ഉദ്ധവാദയ. എവിടെ ഭഗവാൻ പോയാലും കൂടെ പോകുന്ന ആളാണ് ഉദ്ധവൻ. ഉദ്ധവൻ തുടങ്ങിയുള്ള ഭക്തന്മാരൊക്കെ അവിടെ ഗൂഢരൂപേണ വന്ന് സംസ്ഥിതയായി തീർന്നു എന്ന് മാത്രമല്ല, തഥാ ജയ ജയാരാവോ ജയ 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 എന്നുള്ള ആരവങ്ങൾ മുഴുകി ദിവ്യമായ ലോകത്തിന് പുഷ്പവൃഷ്ടികളെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ഒരു അലൗകികമായ അവസ്ഥ എന്നാണ്. അതവിടെയുള്ളവര് അനുഭവിച്ചു. ശ്രീനാരദ മഹർഷി അത്ഭുതപ്പെട്ടു എന്ന് മാത്രമല്ല, സനകാദികൾ നാരദ മഹർഷിയെ നോക്കിയിട്ട് പറഞ്ഞു, ഇനി ഭാഗവതത്തിന്റെ മാഹാത്മ്യം പറയേണ്ട ആവശ്യമുണ്ടോ? ഭാഗവതം നടത്തിക്കഴിഞ്ഞാൽ കിട്ടേണ്ടതായ ഫലം വൃന്ദാവനത്തിൽ തളർന്നു കിടക്കുന്ന ജ്ഞാനവൈരാഗ്യങ്ങൾക്കും അവരുടെ അമ്മയ്ക്കും ഭാഗവതം നടത്തുവാൻ തീരുമാനിച്ചു കഴിഞ്ഞ് അതിൻ്റെ പ്രാരംഭ നടപടികൾ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴും കിട്ടി, ഫലം കിട്ടിയെന്നർത്ഥം. ഭാഗവതം നടത്തണം, കേൾക്കണം എന്ന് വിചാരിച്ചപ്പോഴേക്കും ഫലം. ഇത് കേട്ട് നമ്മളെന്താ വിചാരിക്കുക? ഫലം കിട്ടിയല്ലോ, ഇനി പോയിക്കൂടെ? നമുക്ക് ഫലത്തിലാണ് നോട്ടം. സങ്കല്പിക്കുമ്പോഴേക്കും ഫലം കൊടുക്കുന്ന ആളാണ് ഭഗവാൻ. അപ്പൊ പിന്നെ നടത്തി കഴിഞ്ഞാലോ? അലഭ്യം, എന്താ കിട്ടാത്തതെന്നാ ഭാഗവതം ചോദിക്കണം. സങ്കല്പമാത്രം കൊണ്ട് തന്നെ ഫലത്തെ ഭഗവാൻ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് നാരദൻ പറഞ്ഞപ്പോഴാണ് പഞ്ചോഗ്രപാപങ്ങൾ ചെയ്താൽ പോലും ആ ജീവന് ശ്രീമദ് ഭാഗവതത്തിന്റെ ശ്രവണം കൊണ്ട് മുക്തി കരതലേ സ്ഥിത, കരത്തിൽ കയ്യിൽ കിട്ടും എന്ന് പറഞ്ഞത്. അതിന് ഉദാഹരണമായിട്ടാണ് പ്രസിദ്ധമായ ആ ആത്മദേവന്റെ പുത്രനായ ദുന്ധുകാരിയുടെ കഥ, ദുന്ധുകാരി ചരിതം എന്നുള്ള കഥാഭാഗം അനുസ്മരിച്ചത്. പണ്ട് തുംഗഭദ്രാ നദീ തീരത്ത് ആത്മദേവൻ എന്നുള്ള ഒരു ബ്രാഹ്മണൻ, അദ്ദേഹത്തിന് ദുന്ധുലി എന്നുള്ള പേരിൽ ഉള്ള ഒരു പത്നി, അവർ സുഖമായിട്ട് കഴിഞ്ഞുകൂടുന്നു. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്, പക്ഷേ സന്തതികളില്ല എന്നാണ്. അപ്പൊ അതിൽ അതീവ ദുഃഖിതനായിരുന്നു ആര്? ആത്മദേവൻ. താൻ ആർജിച്ച പണം കൊണ്ട് ദാനകർമ്മങ്ങൾ, അതുപോലെ പൂജ, ഹോമം എന്ന് വേണ്ട പല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു നോക്കി. പക്ഷെ അതിനും ഫലം ഉണ്ടായില്ല. അവസാനം അദ്ദേഹത്തിന് ജീവിതത്തിനോട് തന്നെ ഒരു മടുപ്പ് വന്നു, മുഷിപ്പ് വന്നു. എല്ലാം ഉപേക്ഷിച്ച് പോവാം എന്ന് നിശ്ചയിച്ച് ഇറങ്ങി വിഷാദത്തോടു കൂടിയിട്ട് കാട്ടിലേക്ക് പോയി. എവിടെയെങ്കിലും ചെന്ന് സ്വസ്ഥായിട്ടിരുന്ന് ഈ ജീവൻ അങ്ങോട്ട് ഒടുക്കിയാലോ എന്നൊക്കെ ആലോചിച്ചും കൊണ്ട് വിഷമസ്ഥിതിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു സന്യാസിയെ കാണാൻ ഇടയായി. സന്യാസിയുടെ ഭാഗ്യോ ഇദ്ദേഹത്തിന്റെ ഭാഗ്യോ, സന്യാസിയുടെ ദൗർഭാഗ്യം എന്താ പറയേണ്ടതെന്ന് നിശ്ചയില്ല. ആ സന്യാസി ആത്മദേവന് ചോദിച്ചു, എന്തു പറ്റി ഹേ വിപ്ര, ഹേ ബ്രാഹ്മണ, അങ്ങേക്ക് എന്തു പറ്റി? അപ്പോഴാണ് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. സന്തതികളില്ല, അതുകൊണ്ട് ഗൃഹത്തിലൊരു സുഖമില്ല, അതുകൊണ്ട് എനിക്ക് ജീവിതം മുഷിഞ്ഞു, ഞാൻ ജീവിതം അങ്ങോട്ട് ഒടുക്കിയാലോ എന്ന് വിചാരിക്കുകയാണ്. പറഞ്ഞ കഷ്ടം, കുട്ടികളുണ്ടായ സുഖാവുന്ന അങ്ങോട്ട് ആരാ പറഞ്ഞത്? അല്ല, ആരും പറഞ്ഞതല്ല, ലോകത്ത് അങ്ങനെ കാണുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചു. കുട്ടികളുണ്ടായാൽ സുഖാവുന്ന ആരും പറഞ്ഞിട്ടില്ല, അങ്ങനെ ആവുന്ന അങ്ങ് വിശ്വസിച്ചു അല്ലേ?
എന്നാൽ കുട്ടികളുണ്ടായിട്ട് ബുദ്ധിമുട്ടുന്നവർ ഈ ലോകത്തുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത കാലത്ത് വായിച്ചില്ലേ, സ്വന്തം അമ്മയെ കഴുത്ത് ഞെരുക്കി ഒരു മകൻ അങ്ങോട്ട് കൊന്നു. 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച് പല രാത്രികളെ പകലാക്കിയതിനുള്ള കൂലി അങ്ങോട്ട് കൊടുത്തു. അപ്പൊ ഇങ്ങനെയുള്ള മക്കളെ കൊണ്ട് എന്ത് പ്രയോജനം? അതിനിവിടെ പല കഥകളും സൂചിപ്പിച്ചു എന്നാണ്. ചിത്രകേതുവിന്റെ കഥ, പിന്നെ വേനന്റെ കഥ, ഇതൊക്കെ സൂചിപ്പിച്ചു. അപ്പൊ പല പല കഥകൾ നമുക്ക് ഭാഗവതം നൽകുന്നത് ചിലതൊക്കെ കേട്ടും കണ്ടും മനസ്സിലാക്കി അവനവന്റെ മനസ്സിനെ അവനവൻ തന്നെ നിയന്ത്രിക്കാൻ പഠിക്കണം. കുട്ടികളുണ്ടായ സുഖമാവും എന്നിവരെ മാത്രമേ കാണുള്ളൂ. കുട്ടികളുണ്ടായിട്ട് ദുഃഖിക്കുന്നവരെയും കാണണം. ഈ ലോകം നമുക്ക് 2 തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് നൽകുന്നത്. ഒന്ന് സുഖത്തിൻ്റെ, മറ്റൊന്ന് ദുഃഖത്തിൻ്റെ. നമ്മുടെ എവിടേക്കാ പോവുക? സംശയമില്ല, സുഖത്തിലേക്ക് തന്നെയാണ്. കാരണം സുഖാന്വേഷകരാണ് നമ്മൾ. എന്നാൽ ഈ സുഖം ആത്മസ്വരൂപമാണ് എന്നുള്ള ഭാഗവതത്തിലെ സപ്തമസ്കന്ധത്തിലെ ഒരധ്യായത്തിലെ വാക്യം നമ്മൾ മറന്നുപോയി. അതുകൊണ്ട് പറ്റേണ്ടതാണ്. ഈ സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ നൽകുന്നതാണ് സുഖം എന്നുള്ള തെറ്റിദ്ധാരണയാണ്. ആത്മദേവനെ ഈ സന്യാസി പരമാവധി അറിവുകൾ കൊടുത്ത് അനുഗ്രഹിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ ഈ അറിവുകൾ കൊടുക്കുമ്പോൾ അത് നമ്മൾ പറയില്ല, മൈൻഡിലേക്ക് കയറണ്ടേ, തലയിലേക്ക് കയറണ്ടേ. നമ്മൾ തന്നെ ചിലത് ഇതൊന്നും പറഞ്ഞാൽ നമുക്ക് തലയിൽ കയറില്ല എന്നാ നമ്മൾ തന്നെ ആദ്യം നിശ്ചയിക്കും. നമ്മുടെ തലയിൽ ഇത് കയറാനുള്ള പവറില്ല. ചെറിയ ഹാർഡ് ഡിസ്ക്, അതുകൊണ്ട് കുറച്ച് കയറുള്ളൂ. മെമ്മറി കാർഡ് ഏറ്റവും ചെറുതാണ്, അപ്പൊ കയറില്ല എന്നാണ്. ആത്മദേവന്റെ അവസ്ഥയും അങ്ങനെ തന്നെ ആയിരുന്നു. അദ്ദേഹത്തെ ഒന്നും കൂടെ അനുഗ്രഹിക്കാൻ ശ്രമിച്ചു ആ സന്യാസി. എന്താ? 7 ജന്മത്തിലേക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യം കൂടെയും തുറന്നു പറയിപ്പിച്ചു. അദ്ദേഹത്തിന്റെ തലയിലെഴുത്ത് വായിക്കാൻ കഴിവുള്ള ആളായിരുന്നു ആ സന്യാസി. അത് പറഞ്ഞു കൊടുത്തിട്ടും അദ്ദേഹത്തിന് അത് ബോധ്യമില്ല. തൻ്റെ 7 ജന്മത്തിലെ കാര്യം പറയാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ എനിക്ക് ഈ ജന്മത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ അനുഗ്രഹിക്കാൻ പ്രാപ്തിയുള്ളവനാണ് ഇദ്ദേഹം എന്ന് മനസ്സിലാക്കി, അങ്ങ് എന്നെ അനുഗ്രഹിക്കണം, ഇല്ലെങ്കിൽ അങ്ങയുടെ മുമ്പിൽ വച്ച് തന്നെ ഞാൻ എൻ്റെ ജീവനെ ത്യജിക്കും, അതിന് അങ്ങും ഉത്തരവാദിയാവും. അപ്പൊ അതിനാവണ്ട വിചാരിച്ച് അദ്ദേഹം സമാധാനിക്കാൻ പറഞ്ഞു. മാത്രമല്ല, ഒരു ഫലം ഞാൻ അങ്ങേക്ക് ജപിച്ചു നൽകാം, അത് അങ്ങയുടെ പത്നിക്ക് കൊണ്ടു കൊടുക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ നടപ്പാക്കുക. അങ്ങനെയായാൽ ഒരു കുഞ്ഞ് പറക്കും. നമ്മൾ ആലോചിക്കേണ്ടത് 7 ജന്മത്തിലേക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ആൾ തന്നെയാണ് ഇത് പറയണത്. ഇപ്പൊ ഏതാ വിശ്വസിക്കേണ്ടത്? ആദ്യം പറഞ്ഞത്, ഇപ്പൊ പറഞ്ഞത്? നമ്മളാണെങ്കിൽ എന്താ വിശ്വസിക്കുക? കഴിഞ്ഞു കിട്ടിയാ മതി, അങ്ങനെയാണോ? എന്താ വിശ്വസിക്കുക? സാധാരണ നല്ലവണ്ണം ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ആദ്യത്തേതിന് കൊടുക്കുമോ രണ്ടാമത്തേന് കൊടുക്കുമോ? ഇദ്ദേഹത്തിന്റെ ആഗ്രഹം സന്തതി ഉണ്ടാവണം എന്ന് തന്നെയാണ്. അപ്പൊ ആദ്യത്തെ അദ്ദേഹം നിരാകരിച്ചു. അദ്ദേഹത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി പറഞ്ഞതിനെ അദ്ദേഹം നിരാകരിച്ചു. അനുഭവിക്കേണ്ടതിനെ പിടിച്ചു വലിച്ച് അനുഭവിക്കാൻ തയ്യാറായി. ഇതാണ് നമ്മൾ ഇന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. ആ മഹാജ്ഞാനിയായ സന്യാസി പറഞ്ഞതിനെ ഉൾക്കൊണ്ട ഒരു വ്യക്തിയാണ് എങ്കിൽ ആദ്യം പറഞ്ഞതിനെ അംഗീകരിച്ച് അദ്ദേഹം അതിനനുസരിച്ച് പെരുമാറുമായിരുന്നു. അതിനേക്കാൾ തൻ്റെ ഹിതത്തിന്, തൻ്റെ ആഗ്രഹത്തിന് അദ്ദേഹം ഊന്നൽ കൊടുത്തത് കൊണ്ട് രണ്ടാമത്തെ വാക്യത്തെ വിശ്വസിച്ചു. എന്നിട്ട് ഫലം മേടിച്ച് കൊണ്ടുവന്ന് സ്വന്തം ഗൃഹത്തിലേക്ക് വന്ന് ഭാര്യയായ ധുന്ധുളിയെ വിളിച്ച് അവളുടെ കയ്യിൽ കൊടുത്ത് ഉണ്ടായ സംഭവങ്ങളൊക്കെ വൃത്തിയായി പറഞ്ഞ് കേൾപ്പിച്ചു കൊടുത്തു. ഞാൻ പോയി വരാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്നാനത്തിനും ജപത്തിനൊക്കെ ആയിട്ട് പോയി. ഇവളാണെങ്കിൽ ഇത് കയ്യിലും വെച്ച് ആലോചിക്കുക, ഇതിപ്പോൾ ഞാൻ കഴിച്ചാൽ എൻ്റെ വന്ധ്യത തീരും, പിന്നെ ഞാൻ ഗർഭിണിയാവും, 10 മാസം വയറും വീർപ്പിച്ച് നടക്കണം. മാത്രമല്ല ഈ സമയത്ത് അത് കഴിക്കാൻ പറ്റില്ല, ഇത് കഴിക്കാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല, ചെരിഞ്ഞു കിടക്കാൻ പറ്റില്ല, മലന്ന് കിടക്കാൻ പറ്റില്ല, കഷ്ടപ്പാട്. ആലോചിച്ചാൽ തന്നെ വയ്യ. ഇനി അത് കഴിഞ്ഞാലോ നൊന്തു പ്രസവിക്കും വേണം. വലിയ സുഖമാണോ? നമ്മളൊക്കെ എന്താ പറയാ, എന്തായിരുന്നു പ്രസവം? സുഖപ്രസവം എന്ന് പേര് പറയും. ഒരു സുഖമില്ല. സകല അസ്ഥികളും
മുറിഞ്ഞു പോകുന്നതിൻ്റെ വേദനയാണ്. പക്ഷെ ആ വേദന എപ്പോഴാണ് മാറണത്? കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ അത് മറക്കാൻ അല്ലെങ്കിൽ മായാനുള്ള ഒരു പ്രകൃതി നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം. അപ്പൊ ഇതൊക്കെ അവള് നല്ലോണം ആലോചിച്ചു. ആത്മദേവന് ചിന്തയില്ലെങ്കിൽ അവള് നല്ലോണം ആലോചിച്ചു. ഇനി ഇതെങ്ങാനും തലതിരിഞ്ഞു വന്നാലോ? തള്ള വേണോ പിള്ള വേണോ ചോദിച്ചാൽ എൻ്റെ ഭർത്താവ് പിള്ള മതി, തള്ള പിന്നെയും കിട്ടും ചിലപ്പോ എന്ന് വയ്ക്കും എന്നൊക്കെ ഇവള് ഇങ്ങനെ കാട് കയറി ചിന്തിക്കാൻ തുടങ്ങി. ഈ ചിന്ത ആവശ്യത്തിലധികമായ ബുദ്ധിമുട്ട്. ചിന്തിക്കാൻ സാധിക്കണം, പക്ഷെ അത് ആവശ്യത്തിലധികമായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ അവൾ ആലോചിച്ചത്, ഇത് കഴിഞ്ഞാലോ? ഇല്ല, സുഖമുണ്ടോ? നമുക്കൊന്ന് ഉറക്കം വരണ സമയത്തോ അത് കളിയും ചിരിയും തുടങ്ങി. സമയത്തിന് വേണ്ട പോലെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? പിന്നെ എത്ര ദിവസം കഴിയണം സാമാന്യ പോലെ? ഇപ്പൊ ഈ സമയത്തൊക്കെ എൻ്റെ കുടുംബത്ത് ആരുണ്ടാവും? ഗൃഹകാര്യം ആര് ചെയ്യും? എന്നെ സമാധാനിപ്പിക്കാൻ ഭർത്താവിൻ്റെ സഹോദരിമാരോ മക്കളെ കൊണ്ടുവരും. അവരോ ഇവിടുന്ന് സകലത് അടിച്ചു കൊണ്ടുപോകും. ഇവളിങ്ങനെയൊക്കെയാ ചിന്തിക്കണം. ഇവൾക്ക് ഇവളെ പോലെയല്ലേ ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോ പലതും ആലോചിച്ചപ്പോൾ അവള് ഉറപ്പിച്ചു, പ്രസവിക്കാതിരിക്കുകയാണ് സുഖം. ഈ ലോകത്തില് ഭാഗ്യം ചെയ്ത സ്ത്രീകൾ ആരാന്ന് ഞാൻ പറയാമെന്നും പറഞ്ഞ അവിടെ ഒരു പ്രഖ്യാപനം ഉള്ളിൽ നടത്തി. ഒന്ന് കഴിഞ്ഞ ഉടൻ ഭർത്താവ് അങ്ങോട്ട് മരിച്ചു പോണ സ്ത്രീകളും അവരും ഭാഗ്യവതികളാണ്. ഇതാണ് ഇവളുടെ അഭിപ്രായം. അങ്ങനെയുള്ള അവളുടെ കയ്യിലാണ് എന്ത് കൊണ്ടു കൊടുത്തിരിക്കുന്നത്? പിന്നെ കഴിക്കൂ, ബാക്കിയൊക്കെ നിങ്ങൾ അങ്ങോട്ട് മനോരാജ്യം ചെയ്താൽ മതി. ഇവളെന്ത് ചെയ്തു? ഒരു പരിഹാരം ഇതിന് കാണണം. എന്നാൽ ഭർത്താവിന് വഞ്ചിക്കാനും പറ്റില്ല. അപ്പോഴാണ് അവളുടെ അനുജത്തി അവിടേക്ക് കയറി വന്നത്. അവള് ഗർഭിണിയാണ്. എല്ലാ കൊല്ലവും പതിവുണ്ട് പ്രസവം. അവിടെ സന്തതികൾ ധാരാളമുണ്ട്. ഇവിടെ സമ്പത്ത് ധാരാളമുണ്ട്. എന്നാ അവിടെ സമ്പത്തുണ്ടോ? ഇല്ല. ഇവിടെ സമ്പത്തുണ്ട്. ഇവിടെ സന്തതി ഉണ്ടോ? സന്തതി ഇല്ല. അപ്പൊ അവള് പറഞ്ഞു, ജ്യേഷ്ഠത്തി വിഷമിക്കാതിരിക്കൂ, ഞാൻ ആവശ്യപ്പെടുന്ന പണം തന്നാൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ ആ പണത്തിന് പകരമായിട്ട് നൽകാം. പിന്നെ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഇവിടെ വന്ന് മക്കളെ നോക്കേണ്ട ചുമതല ഞാൻ ഏറ്റെടുത്തോളാം. ജ്യേഷ്ഠത്തി ഒന്നും അറിയണ്ട, എല്ലാം പതിവ് പോലെ ഭംഗിയായി. നമ്മൾ രണ്ടുപേരും ഈ നാടകം അറിയാവൂ. ആവശ്യപ്പെടുമ്പോൾ പണം തന്നാൽ മതി. എൻ്റെ ഭർത്താവാണെങ്കിൽ ഇതങ്ങോട്ട് കണ്ടാ പിന്നെ വേറൊന്നും അദ്ദേഹത്തിന് പ്രശ്നമേ അല്ല. അതുകൊണ്ട് പണം തന്നാൽ മതി. ആ ഒരു വ്യവസ്ഥമേൽ അവര് ജ്യേഷ്ഠത്തെയും അനുജത്തെയും തമ്മിൽ കരാറിലായി. എന്തിനാ ഭാഗവതം തുടങ്ങണതിന് മുമ്പ് തന്നെ മാഹാത്മ്യ ദിവസം ഈ സന്ധ്യാസമയത്ത് ഇത്രയും വൃത്തികെട്ടൊരു കഥ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. ലോകത്തിൻ്റെ സ്വഭാവം കാണിക്കുക. സുഖാന്വേഷണത്തിന് തൽപരായിട്ടുള്ളവർ ഏതൊക്കെ വഴിക്ക് സുഖത്തിന് വേണ്ടി പരിശ്രമം ചെയ്തും കൊണ്ടിരിക്കണോ? ഇത്രയൊന്നും പരിശ്രമമില്ല. അവനവൻ്റെ ഉള്ളിൽ ഈ ഞാൻ എന്നുള്ള ബോധത്തിൻ്റെ ഒരു തുടിപ്പുണ്ടല്ലോ, അതിലേക്കൊന്ന് തിരിയാൻ. അപ്പൊ ലോകത്തിൻ്റെ സ്വഭാവം നമുക്കൊന്ന് കാണിച്ചു തരികയാണ്. നിങ്ങൾക്ക് ലോകമാണോ വലുത് അഥവാ അവനവൻ്റെ ഉള്ളിലുള്ളതാണോ വലുത്? ഈ ലോകത്തെ അറിയപ്പെടുന്നതും അവനവൻ്റെ ഉള്ളിലുള്ള ഒരു സ്പന്ദനം നിമിത്തമാണ്. അതിലേക്ക് തിരിയണില്ല എന്നാണ്. എന്തായാലും അനുജത്തി പ്രസവിച്ചു, ഇവിടെ കുട്ടിയെ കൊണ്ടുകൊടുത്തു. അതുവരെ അവളുടെ 10 മാസത്തിൻ്റെ അഭിനയം, ഞാൻ അതിന് വലിയ അവാർഡ് നിങ്ങൾ അവൾക്ക് കൊടുക്കണം. ഇങ്ങനെ ഒരാൾക്കും പറ്റില്ല. ആ അഭിനയത്തിന് അവള് അതൊക്കെ അഴിച്ചു വെച്ചു. കുട്ടിയുണ്ടായ വിവരം പറഞ്ഞു. ആത്മദേവന് സന്തോഷമായി. അതിനിടയിൽ ഈ ജപിച്ചു തന്ന ഫലം ഉണ്ടല്ലോ, അതിന് ഫലം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ മച്ചിപ്പശു ഒരെണ്ണം തൊഴുത്തിലുണ്ട്, അതിനാ കൊണ്ടു കൊടുത്തു. അതിൻ്റെ ഭാഗ്യം. ആ സന്യാസി ജപിച്ചത് കഴിക്കാനുള്ള യോഗ ആർക്കാ കിടക്കണത്? ആ തൊഴുത്തിലെ പശു. കൈ കിട്ടി, ഇത്ര ദൂരമുള്ളൂ, പക്ഷെ ദൂരം പോയത് അവിടേക്കാ. അതാണ് കർമ്മഫലം. തൻ്റെ മകന് ആത്മദേവൻ, സത്യത്തിൽ ആത്മദേവൻ്റേതല്ല, ആത്മദേവൻ തൻ്റെ എന്ന് വിശ്വസിച്ച ആ മകൻ എന്ത് പേരിട്ടു? ദുന്ധുകാരി എന്ന് പേരിട്ടു. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ
തൊഴുത്തിലെ പശു പ്രസവിച്ച് സർവാംഗ സുന്ദരൻ എന്നാണ് ഇവിടെ പറയുന്നത്. എല്ലാ അംഗങ്ങളും സുന്ദരമായിട്ടുള്ള ഒരു ഉണ്ണി പിറന്നു കഴിഞ്ഞിരിക്കുന്നു. സന്യാസിയുടെ വാക്ക് ഫലിച്ചു. 7 ജന്മത്തിൽ അവൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതും ഈ ഫലം കഴിച്ചാൽ ഉണ്ടാകും എന്നുള്ളതും ഫലിച്ചു എന്നാണ്. അങ്ങനെ ആ കുഞ്ഞിന് ഗോകർണൻ എന്നുള്ള പേരിട്ടു. രണ്ടുപേരും ഒരു കുടുംബത്തിൽ വളർന്നു വന്നു. ഒരുവൻ നല്ലവനും ഒരുവൻ മഹാവൃത്തികെട്ടവനുമായിട്ട് മാറി. ആരാ നല്ലവനായിട്ട് മാറിയത്? ഗോകർണൻ. ചീത്തയായിട്ട് മാറിയതോ? ദുന്ധുകാരി. അവന്റെ തോന്നിവാസം നിമിത്തം ഒരു ഗുണുണ്ടായി. അതെന്താ? അത് ആത്മദേവന് സംസാര വിരക്തി അങ്ങോട്ട് വന്നു. നമ്മൾ പറയല്ലേ, കിട്ടേണ്ടത് അങ്ങോട്ട് കിട്ടിയപ്പോ തോന്നേണ്ടത് അങ്ങോട്ട് തോന്നി. സ്വന്തം മക്കളുടെ കയ്യിൽ നിന്ന് നല്ലവണ്ണം അങ്ങോട്ട് കിട്ടിയപ്പോൾ തോന്നി. അപ്പൊ ആരടുത്തേക്ക് വന്നു? ഗോകർണന്റെ അടുത്തേക്ക് വന്നു. ഗോകർണൻ പറഞ്ഞു, ഇനി നമുക്ക് ദശമസ്കന്ധം വായിക്കാൻ വെച്ചപ്പോ പാകതയായി. നമ്മളൊക്കെ ദശമസ്കന്ധം വായിക്കണമെങ്കിൽ പാകത വരണം, ഇതേപോലെ കിട്ടണം സംസാരത്തിന്. അദ്ദേഹത്തിന് അത് ലഭിച്ചു. വിരക്തി വന്നു. അവനവന്റെ ഉള്ളിൽ അവനവനെ രമിപ്പിക്കുന്ന ആ ആത്മചൈതന്യത്തിനോട് അദ്ദേഹത്തിന്, ആത്മദേവന് ആത്മരതി വരികയും അദ്ദേഹം ദശമസ്കന്ധം പാടി കൃഷ്ണകഥകൾ പാടി മുക്തനായി തീരുകയും ചെയ്തു. അപ്പൊ ഈ കൃഷ്ണഭക്തി എന്നുള്ളത് അത്ര എളുപ്പത്തിൽ ലഭിക്കുന്ന ഒന്നല്ല എന്ന് പത്മപുരാണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ അച്ഛൻ പോയി. അമ്മ മകന്റെ ഉപദ്രവം സഹിക്ക വയ്യാതെ അടുത്തുള്ള കിണറിലേക്ക് എടുത്ത് ചാടി ആഴം ഒന്ന് നോക്കി. നല്ല ആഴാന്ന് മനസ്സിലാവുകയും ചെയ്തു. പിന്നെ അവിടെ സമ്പത്ത് ധാരാളമാണ്. അതൊക്കെ തൻ്റെ ഇഷ്ടപ്രകാരം ചെലവഴിക്കാൻ തുടങ്ങി. അവസാനം കുറെ സ്ത്രീകളെയും അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. ദുന്ധുകാരി ഒരിക്കൽ രാജഭണ്ഡാരം മോഷ്ടിച്ചു. മഹാറാണി, ആ നാട്ടിലെ രാജാവിൻ്റെ പത്നിയുടെ ആഭരണങ്ങൾ ഇതൊക്കെ മോഷ്ടിച്ചു. അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പലരും അന്വേഷിക്കാൻ വരാൻ തുടങ്ങി. അപ്പോ കൂടെ നിന്ന സ്ത്രീകൾക്ക് തോന്നി, ഇയാളെ പിടിച്ചാൽ നമ്മളും പെടും. അതുകൊണ്ട് നമുക്ക് ഇദ്ദേഹത്തെ അങ്ങോട്ട് തകർത്ത് പോവുക. എല്ലാവരും അവനവന്റെ കാര്യം അപ്പന കാര്യമാണല്ലോ നോക്കുക. വേഗം ആ ദുന്ധുകാരിയെ മദ്യം കൊടുത്ത് മോഹിപ്പിച്ച് ലയിപ്പിച്ച് കഴുത്തിൽ നല്ല കയറ് കെട്ടി നല്ല കത്തുന്ന തീക്കനൽ കൊണ്ട് വായിലേക്ക് ഇട്ടുകൊടുത്ത് തീ തിന്ന് മരിക്കുക എന്ന് പറയാറുണ്ടല്ലോ. അങ്ങനെ സകല വേദനകളോടും കൂടി ആ ജീവൻ ആ ശരീരത്തെ വിട്ടു. കുഴിച്ചു മൂടി അവര് പണം മുഴുവൻ പങ്കുവെച്ച് അന്യദേശത്തിലേക്ക് പോവുകയും ചെയ്തു. ദുഷിച്ച മരണം കൊണ്ട് ആ ജീവൻ മഹാപ്രേതമായിട്ട് മാറി. ഗോകർണൻ അച്ഛന് ദശമസ്കന്ധം ഉപദേശിച്ചതിന് ശേഷം തീർത്ഥാടനത്തിന് പോയിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം മടങ്ങി വന്നപ്പോൾ തൻ്റെ ഗ്രാമം, താൻ ജനിച്ച വീട്, പരിസരങ്ങളൊക്കെ കാട് കയറി കിടക്കുന്നത് കണ്ടു. എങ്കിലും ജനിച്ച ഭൂമി എന്നുള്ള രീതിയിൽ അവിടേക്ക് കയറിച്ചു. അപ്പൊ നാട്ടുകാർക്ക് ചിലവരൊക്കെ കണ്ടപ്പോൾ മനസ്സിൽ, ഇത് നമ്മുടെ ഗോകർണനല്ലേ, പണ്ട് ഇവിടുന്ന് ഓടിപ്പോയ ആള് ഗോകർണൻ. എന്താപ്പോ വിശേഷിച്ച്? ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെയുള്ളവരൊക്കെ മണ്ണടിഞ്ഞു. അച്ഛൻ പോയതിനു ശേഷം അമ്മ കിണറ്റിലേക്ക് ചാടി. പിന്നെ നിന്റെ സഹോദരനല്ല, അതിന്റെ കഥയൊന്നും പറയാതിരിക്കുക. അതിനെ ആളുകൾ പറയണേക്കണത് തല്ലിക്കൊന്നും ഇവിടെ ഒഴിച്ചു മൂടി എന്നാണ്. എന്തായാലും രാത്രി കാലങ്ങളിൽ ചില ശബ്ദവും ഇതൊക്കെ കേൾക്കുന്നുണ്ട്. പ്രേതാലയമായിട്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഓഹോ, അങ്ങോട്ടും പോണ്ട എന്ന് ഗോകർണനോട് നാട്ടുകാർ പറഞ്ഞെങ്കിലും ആ പ്രേതങ്ങളിലൊന്നും ഗോകർണൻ എന്താ താല്പര്യമില്ലാന്ന് തോന്നുന്നു. രാത്രി ചെന്നപ്പോൾ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായി. കയ്യിൽ തീർത്ഥജലം ഉണ്ടായിരുന്നു, തളിച്ചു. ആ പ്രേതത്തിന് സംസാരിക്കാൻ ശേഷി കിട്ടി. അപ്പോഴാണ് മനസ്സിലായത് സഹോദരനാണ്. സഹോദരന്റെ അവസ്ഥ മഹാമോശമായി. പിറ്റേ ദിവസം അദ്ദേഹം സഭ കൂടി നാട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ഈ ജീവന് മോക്ഷം കിട്ടാൻ എന്താ വഴി പറഞ്ഞു. ശാസ്ത്രങ്ങളനുസരിച്ച് ഇന്ന കാര്യങ്ങൾ ചെയ്യുക. അതൊക്കെ ചെയ്തു നോക്കി, രക്ഷയില്ല. അവസാനം ഗോകർണൻ തൻ്റെ തപോബലം ഉപയോഗിച്ച് സൂര്യനാരായണ മൂർത്തിയോട് ചോദിച്ചു. അപ്പൊ സൂര്യദേവൻ എന്ത് പറഞ്ഞു? ശ്രീമദ് ഭാഗവതം നടത്തൂ. നടത്തി കേൾപ്പിക്കണമെങ്കിൽ പുള്ളിക്കാരന് ചെവി വേണ്ടേ? അതില്ലല്ലോ. അതിനു വേണ്ടി ഒരു മുളത്തണ്ടിലേക്ക് ആവാഹിച്ചിരുത്തി കേൾപ്പിച്ചു. നേരത്തെ കൈതപ്പുറം സൂചിപ്പിച്ച പോലെ ഭഗവാന്റെ കയ്യിലേക്കുള്ള
നല്ല ഒരു ഓടക്കുഴലായിട്ട് മാറുകയാണ്. ജീവിതം മുഴുവൻ ഉപദ്രവം ചെയ്ത് ജീവിച്ച ആ ജീവനെ പോലും ഭഗവാൻ കടാക്ഷിക്കാൻ തയ്യാറായി. നീ ഇത്ര കാലം പാപം ചെയ്തല്ല, കുറച്ച് അനുഭവിക്കുന്നിട്ടാവാം ഭാഗവതമൊക്കെ. അങ്ങനെയല്ല, ഭഗവാനെ ആശ്രയിക്കാനുള്ള തീരുമാനം എടുത്തോ, അതെടുത്തു കഴിഞ്ഞാൽ യോഗ്യനായി. അപ്പൊ അതുവരെ എന്തായിരുന്നു എന്നുള്ളതൊന്നുമില്ല, ഭഗവാൻ അങ്ങോട്ട് വെട്ടിക്കളയും. തീരുമാനം എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഗോകർണൻ അവിടെ വെച്ച് ഒരു മുളയിലേക്ക് ആവാഹിച്ചിരുത്തി അതിഗംഭീരമായിട്ട് ഭാഗവതം വായിച്ച് കേൾപ്പിച്ചു. ഓരോ ദിവസവും കഴിയുമ്പോൾ അതിൻ്റെ ഓരോ തണ്ടും പൊട്ടി 7ാമത്തെ ദിവസമായപ്പോഴോ ഭഗവാന്റെ സ്വരൂപത്തെ പ്രാപിച്ച ആ ജീവൻ ഭഗവത് ലോകത്തേക്ക് പോവാൻ തയ്യാറായി. വിഷ്ണു പാരിഷദൻ നമ്മളൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കുമോ നിശ്ചയമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ കൊണ്ടുപോകാൻ വന്ന് നമ്മൾ പോവോ? ഒരു ആവേശത്തിനൊക്കെ പറയും ഞാനും പോവുന്നൊക്കെ. കുറച്ച് ആലോചിച്ചാലാണ് അയ്യോ വീട്ടിൽ പലതും പറഞ്ഞിട്ടാണല്ലോ വന്നേക്കുന്നത്. ഇപ്പോ ദുന്ധുകാരി ഭഗവത് പ്രാപ്തിയെ പ്രാപിച്ചു പോവാൻ തയ്യാറായപ്പോൾ ഗോകർണൊരു സംശയം. ഇവിടെ എല്ലാവരും ഇന്ന് കേട്ട അവർക്കൊന്നും മോക്ഷമില്ല, ഈ മുളയുടെ ഉള്ളിൽ കയറിയിരുന്ന് കേട്ട ആൾക്ക് മോക്ഷം. അപ്പൊ ഇനി ഇങ്ങനെ മോക്ഷം കിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ മുതൽ ഇത് കേൾക്കാൻ ആളുണ്ടാവില്ല. അപ്പൊ എന്താണ് ഇദ്ദേഹത്തിന് മുക്തിക്ക് കിട്ടാൻ പ്രത്യേകമായ കാരണം? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം അതിന് വിഷ്ണു പാരിഷദന്മാർ കൊടുത്ത മറുപടി ശ്രദ്ധേയമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ശ്രദ്ധാപൂർവം കേൾക്കും. വൈകുന്നേരമായാലും ക്ഷീണ എന്നും പറഞ്ഞ് കിടക്കില്ല. രാത്രിയായി കഴിഞ്ഞാൽ ആ ജീവൻ അന്ന് രാവിലെ മുതൽ പറഞ്ഞതിന് മുഴുവൻ മനനം ചെയ്യും. അപ്പോ ഗോകർണന്റെ മുമ്പിൽ ദുന്ധുകാരി മനനത്തിന് പ്രാധാന്യം കൊടുത്ത ഒരു ഭാഗവത ശ്രവണമാണ് നടത്തിയത്. അപ്പൊ എവിടെയാണ് മനനത്തിന് പ്രാധാന്യം ഉള്ള ഒരു സപ്താഹം അല്ലെങ്കിൽ ഭാഗവത ശ്രവണം നടക്കുന്നത്, അവിടെ മുക്തി ഉറപ്പാണ്. അതിവിടെ ബാക്കിയുള്ളവർ ചെയ്തില്ല. ബാക്കിയുള്ളവർ കഴിഞ്ഞാൽ ഇങ്ങനെ ഓടാൻ നമ്മൾ പറയില്ല, മുള്ളുമ്പ് നിൽക്കണ പോലെയാണ്, കഴിഞ്ഞിട്ട് വേണമല്ലോ എന്നുള്ള മട്ടിലാണ് പലരും കേട്ടത്. ഒന്നും പറയാൻ പറ്റില്ല, അതൊക്കെ നമ്മുടെ പ്രാരബ്ധത്തിന്റെ ശക്തി. നമ്മളൊക്കെ അതിന് ഇട്ട ഓമന പേരാണല്ലോ പ്രാരബ്ധം. അങ്ങനെ ഒരു വാക്കില്ലെങ്കിൽ നമ്മളൊക്കെ എത്ര കഷ്ടപ്പെട്ടേൻ. എന്തായാലും അങ്ങനെയൊക്കെയുള്ളൊരു വാക്ക് കിട്ടിയത് നമ്മളെ മഹാഭാഗ്യം എന്ന് വെക്കുക. അപ്പോ ഗ്രാമനിവാസികൾക്ക് ഈ ശാസ്ത്ര ശ്രവണത്തിൽ അത്ര ശ്രദ്ധയുണ്ടായിരുന്നില്ല. ഇതല്ലാതെ മറ്റൊരു മാർഗം ഇല്ല എന്ന് വന്നതുകൊണ്ട് ആ ജീവന് ഇതിൽ ഉറപ്പ് വന്നു. ആ ഉറപ്പാണ് ഇതിന്റെ മുഖ്യം. അതാണ് കാരണം. അല്ലാണ്ട് ഭഗവാൻ പ്രത്യേകമായിട്ടൊരു പരിഗണന കൊടുത്ത് അനുഗ്രഹിച്ചു എന്നല്ല. ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനുള്ള യോഗ്യത ആ ജീവൻ സ്വയമേവ മനനത്തിൽ കൂടെ നേടിയെടുത്തു. അവിടെ നേട്ടം ആ മനനത്തിന്റെ മഹത്വമാണ്. അപ്പൊ അങ്ങനെ ഒരു സപ്താഹം ഇനി നടത്തിയാൽ ഈ ഗ്രാമത്തിലെ എല്ലാവർക്കും മോക്ഷം കിട്ടും എന്നുള്ളത് ഉറപ്പാ എന്നും പറഞ്ഞും കൊണ്ട് ആ ജീവനെയും കൊണ്ടുപോയി എല്ലാവർക്കും ഇത് ഒരു അനുഭവമായിട്ട് മാറിയത് കൊണ്ട് വീണ്ടും ഗോകർണൻ ഒരു സപ്താഹം നടത്തി. അതുകൊണ്ട് ഭാഗവത മാഹാത്മ്യത്തില് ഗോകർണൻ നടത്തിയ 2 സപ്താഹങ്ങൾ വളരെ പ്രാധാന്യമാണ്. പിന്നെ സനകാദികൾ നടത്തിയ സപ്താഹം, പിന്നെ ശൗനകാദികൾക്ക് സൂതൻ പറഞ്ഞു കൊടുത്തത്, ഇതൊക്കെ വ്യത്യസ്ത കാലയളവിൽ നടന്ന രംഗമായിട്ടാണ് പത്മപുരാണം വർണ്ണിച്ചത്. പിന്നെ ശ്രീമദ് ഭാഗവതം എവിടെയൊക്കെ നടത്താം, എങ്ങനെയൊക്കെ നടത്താം, നടത്തുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ അത് ഒക്കെ വിസ്തരിച്ച് പറഞ്ഞു. ഇനിയിപ്പോൾ അതൊക്കെ വിസ്തരിക്കാൻ ഇപ്പോൾ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. ഒരുപാട് നിയമങ്ങൾ പറയുന്നുണ്ട്. ഈ നിയമങ്ങളൊക്കെ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ശ്രദ്ധയോടുകൂടി ഇരുന്ന് കേൾക്കുക. ഭാഗവതം ഭഗവാൻ നമുക്ക് അനുഭവമാവണം എന്നുള്ളതിന് വേണ്ടി ശ്രദ്ധയോടുകൂടി ഇരുന്ന് കേൾക്കുക. പരീക്ഷത്തെ 7 ദിവസം ഒന്നും കഴിക്കാണ്ടും ഒന്നും കുടിക്കാണ്ടിരുന്ന് കേട്ടു, അതുകൊണ്ട് ഞാനും അങ്ങനെ ആവാം എന്നും പറഞ്ഞും കൊണ്ടിരുന്ന് നമ്മൾ വന്നിരുന്ന് കേട്ടാൽ എന്താ സംഭവിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. പരീക്ഷത്തിന്റെ സാഹചര്യം അല്ല നമ്മുടെ സാഹചര്യം. പരീക്ഷത്തെ എന്തിനു വേണ്ടി കേട്ടു? മുക്തിക്ക് വേണ്ടി. അതുപോലെ മുക്തിക്ക് വേണ്ടി നമുക്ക് നമ്മുടെ ശ്രവണത്തിന് തടസ്സമാവാത്ത വിധത്തിൽ ശ്രവണം സുഗമമാവാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളെ പരിപാലനം ചെയ്ത് കേൾക്കുക. അതാണ് മുഖ്യം.